ചാലിയാറിൽ നിന്ന് 8 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. 3 മൃതദേഹവും 5 ശരീരഭാഗവുമാണ് വിവിധയിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയത്. 197 മൃതദേഹങ്ങളാണ് ഇതോടെ ചാലിയാറിൽ നിന്ന് മാത്രം കണ്ടെത്തിയിട്ടുള്ളത്. ജംഷീർ കൊടിഞ്ഞി വിവരണം അയച്ചിരുന്നു. ജംഷീർ, ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടാകും എന്ന നിഗമനത്തിലാണോ തെരച്ചിൽ തുടരുന്നത്? തീർച്ചയായിട്ടും മജിൻസ്, വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ ബാക്കി പത്രമാണ് ഈ ചാലിയാർ പുഴ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയേറെ മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ നിന്ന്, ഒരുപക്ഷെ വയനാട്ടിൽ കിട്ടുന്ന അത്ര തന്നെ മൃതദേഹങ്ങൾ ഇവിടെ നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ്. കിലോമീറ്ററുകളോളം താണ്ടി ആ പുഴയിലൂടെ ആ മൃതദേഹങ്ങളും മൃതദേഹ ശരീരഭാഗങ്ങളും ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതും, അത് രക്ഷാപ്രവർത്തകർ ഇങ്ങനെ പുഴക്കരകളിൽ നിന്നും പുഴയിൽ നിന്നുമൊക്കെ വലിച്ചെടുക്കുന്ന ആ രംഗങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. നിലമ്പൂരിൽ ഇന്നിപ്പോൾ 8 മൃതദേഹങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 3 മൃതദേഹങ്ങളും 5 ശരീരഭാഗങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ 200 അടുത്ത്, അതായത് 197 മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 70 മൃതദേഹങ്ങളും 127 ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 197 മൃതദേഹങ്ങൾ ഇപ്പോൾ ലഭിച്ചു എന്നല്ല. ഇന്നിപ്പോൾ ഈ താഴ്ഭാഗത്ത്, അതായത് നേരത്തെയൊക്കെ മുണ്ടേരി ഉൾവനം അങ്ങോട്ടേക്കായിരുന്നു തിരച്ചിൽ വ്യാപകമായിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ ഈ ചാലിയാറിന്റെ താഴ്ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത്. മച്ചിക്കൈ, ഇരുട്ടുകുത്തി, അമ്പുട്ടാംപെട്ടി, തൊടിമുട്ടി, നീർപ്പുഴ, മുക്കം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് ഇപ്പോൾ 8ഓളം മൃതദേഹങ്ങൾ കിട്ടിയത്. അതിൽ 3 മൃതദേഹങ്ങളും 5 ശരീരഭാഗങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ഇത്തരത്തിൽ ഈ ചാലിയാറിന്റെ തീരങ്ങളിൽ നിന്നും ചാലിയാറിന്റെ ഒഴുക്കുകളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ കണക്കും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ ഈ ചാലിയാറിന്റെ തീരങ്ങളിൽ, ചാലിയാറിന്റെ ഓരങ്ങളിലൊക്കെ വ്യാപകമായി നടക്കുന്നത്. അത് മാത്രമല്ല, ചാലിയാർ ഒഴുകിപ്പോണ്ട് അവിടെ ആ ഏരിയകൾ പ്രത്യേകമായി പോയിന്റ് ചെയ്ത് അവിടെ ഒരു കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകമായി തന്നെ തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് പോലീസ്, നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ സഹകരണത്തോടെയാണ്. ഇപ്പൊ നമുക്ക് കാണുന്ന കാഴ്ച, ചാലിയാറിന്റെ ഇരുഭാഗങ്ങളിലും വിവിധങ്ങളായ സന്നദ്ധ പ്രവർത്തകർ, അത് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ സന്നദ്ധ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ, അതല്ലാത്ത ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ വ്യാപകമായുള്ള തിരച്ചിൽ നടത്തുകയാണ്. ഇന്നലെ ജില്ലാ പോലീസ് മേധാവി പറയുകയുണ്ടായി, പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തിരച്ചിൽ ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത്. കാരണം ഈ പ്രദേശത്തെക്കുറിച്ച്, ഈ പുഴയെക്കുറിച്ചൊക്കെ കൃത്യമായി അറിയുന്ന ആളുകൾ, അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ നാട്ടിൻപുറത്തുള്ള സാധാരണക്കാരായ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ആണ് തിരച്ചിൽ ഉണ്ടാവുക. കാരണം ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്ന ഇക്കൂട്ടത്തിൽ അവരെയും ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. അപ്രകാരം തന്നെയാണ് ഇന്ന് തിരച്ചിൽ പുരോഗമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ളവരെ എത്തിക്കുമെന്നും പറഞ്ഞിരുന്നു. അത്തരത്തിൽ വ്യാപകമായിട്ടുള്ള തീരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മുണ്ടേരിക്ക് മുകൾ ഡീപ്പ് ഫോറസ്റ്റ് ഏരിയകളിലും വേണ്ട വിധത്തിലുള്ള തിരച്ചിലുകൾ, അത് സേനാംഗങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിലും ഉണ്ടാകും. ഇനി സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ മുകളിലേക്ക് വരേണ്ട താഴ്ഭാഗങ്ങളിലാണ്, അതായത് ചാലിയാറിന്റെ ഇരുകരങ്ങളിലുമായി തിരച്ചിൽ നടത്താം എന്നൊരു തീരുമാനത്തിലാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ രാവിലെ തത്സമയം ലൈവിൽ പറഞ്ഞിരുന്ന മുണ്ടേരിയിലായിരുന്നു നമ്മൾ അവിടെ ഉണ്ടായിരുന്നത്. മുണ്ടേരിയിലെ ഫാം പരിസരത്ത് ഈ ഡീപ്പ് ഫോറസ്റ്റ് തുടങ്ങുന്ന അവിടെ ഡെസ്റ്റിനേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു ഈ തിരച്ചിലുകൾ നടത്തിയിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മൃതദേഹങ്ങൾ ഒഴുകി വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ നാട്ടുകാരായിട്ടുള്ള പ്രദേശവാസികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്, ഒരുപക്ഷെ മണ്ണിൽ പുതഞ്ഞു പോയ, അതായത് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിലും മറ്റുമൊക്കെ പുതഞ്ഞു പോയ മൃതദേഹങ്ങളും മൃതദേഹ ശരീരഭാഗങ്ങളുമാകാം ഇപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നത് എന്നുള്ളതാണ്. കാരണം അതിപ്പോൾ ഇത്ര ദിവസമായി, ഏതാണ്ട് 5 ദിവസമായി ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അതൊക്കെ പൊങ്ങി വരാനുള്ള സമയമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ ഇങ്ങനെ പൊങ്ങി വരുന്ന സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള തിരച്ചിലുകൾ നടത്തുമ്പോൾ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്കാണ് ഇന്നിപ്പോൾ മൃതദേഹമൊക്കെ കിട്ടിയത്. ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നാളെയും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തിരച്ചിലുകൾ തുടരുമെന്നുള്ളതാണ്. മന്ത്രി പി പ്രസാദ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ ഈ മുണ്ടേരിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് വിലയിരുത്താനായി ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം നമ്മളോട്, മാധ്യമങ്ങളോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ ചാലിയാറിന്റെ ഭാഗങ്ങളിലൊക്കെ നിരവധി മൃതദേഹങ്ങളാണ് ലഭിച്ചത്. അതുകൊണ്ട് ഈ ചാലിയാറിന്റെ ഭാഗങ്ങളിൽ
ഈ എവിടെയെങ്കിലും ഒരു മൃതദേഹങ്ങളും ഉണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിക്കും. ഒരു മൃതദേഹവും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ ഒരു മനുഷ്യന്റെയും മൃതദേഹം ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ നമ്മൾ തിരച്ചിൽ തുടരും എന്നുള്ളതായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ടുള്ള ഒരു മാസ് തിരച്ചിലാണ് ഇപ്പോൾ ചാലിയാറിന്റെ ഇരു കരകളിലുമായി നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചാലിയാർ പുഴ ഗതിമാറി ഒഴുകിപ്പോയ പ്രദേശങ്ങളുണ്ട്. കാരണം ഈ ഉരുൾപൊട്ടൽ ആ സമയത്ത് വലിയ ഒഴുക്കോട് കൂടി പുഴ പല ഭാഗങ്ങളിലും പുഴ കയറി പുഴയുടേതല്ലാത്ത ഭാഗങ്ങളിലൂടെ പുഴ ഗതി മാറി ഒഴുകിപ്പോയ പ്രദേശങ്ങളൊക്കെയുണ്ട്. അവിടെയൊക്കെ വലിയ തരത്തിൽ കല്ലും മണ്ണും മരങ്ങളും ഈ മുകളിൽ നിന്ന് ഒഴിച്ചു വന്ന വീടുകളുടെ അവശിഷ്ടങ്ങളും ഒക്കെയുണ്ട്. അപ്പൊ അതൊക്കെ ഈ ചാലിയാറിന്റെ പല ട്രെയിനിങ്ങുകളിലും പല ഭാഗങ്ങളിലുമുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ ഇന്ന് അരിച്ചു കുറുക്കി എന്ന് പറയുന്ന രീതിയിൽ രക്ഷാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ തിരയുകയാണ്. മരങ്ങൾ ഉണ്ടെങ്കിൽ ആ മരങ്ങളൊക്കെ നീക്കം ചെയ്യാൻ പറ്റുന്നവയൊക്കെ നീക്കം ചെയ്യും, അല്ലാത്തവ മുറിച്ചു മാറ്റിയിട്ട് നീക്കം ചെയ്തും അത്തരത്തിൽ എല്ലാ ഏരിയകളിലും പിന്നെ ഈ പുല്ലുള്ള ഭാഗങ്ങളായി അത്തരത്തിലുള്ള ഏരിയകളിലൊക്കെ തന്നെ പുല്ലും ഉള്ള ഏരിയകളെല്ലാം തന്നെ അരിച്ചു കുറുക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 8 മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുന്നു. അതിൽ 3 മൃതദേഹവും 5 ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഏതായാലും തിരച്ചിൽ ഈ ചാലിയാറിന്റെ തീരങ്ങളിലുള്ള തിരച്ചിൽ തുടരുന്നു. പക്ഷേ ഡീപ് ഫോറസ്റ്റിലേക്ക് ഇനി സന്നദ്ധ പ്രവർത്തകരായ ആളുകളെ കയറ്റുന്നില്ല. അവിടെ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുന്നത് എന്നുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം അവിടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ചില ആളുകൾ അവിടെ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടേക്ക് ഇനി കൂടുതൽ ആളുകൾ, അതായത് സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ള ഉദ്ദേശമുണ്ട്. അവർ താഴ്ഭാഗങ്ങളിൽ, അതായത് നമ്മുടെ ചാലിയാറിന്റെ തീരങ്ങളിലും ഓരങ്ങളിലും ഒക്കെ വ്യാപകമായി തിരച്ചിൽ നടത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇനി മുകളിലേക്ക് സേനാംഗങ്ങളാണ് പോകുന്നത്. അവിടെ ഇവിടുത്തെ നാട്ടുകാരായ, അതായത് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും നിർദ്ദേശം, നേരത്തെ അവിടെ കയറിയ ഉൾമേഖലകളിലൊക്കെ ഫോറസ്റ്റിലൊക്കെ കയറി രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ അവിടെ പല ഏരിയകളിലും പല തുരുത്തുകളിലും മൃതദേഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുള്ള അല്ലെങ്കിൽ പ്രദേശവാസികളായ ആളുകൾ മുകളിൽ മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം ഏതാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി തന്നെ അന്വേഷിക്കാൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ജില്ലാ പോലീസ് മേധാവി ശശിധരൻ മുണ്ടേരിയിൽ വന്നപ്പോൾ അദ്ദേഹം ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രദേശത്തുകാരായ ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ചില ആളുകളെ കൂട്ടി അവിടെ പോയി തിരച്ചിൽ നടത്താമെന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തിരച്ചിൽ നടത്താൻ കഴിയുമോ ആ തിരച്ചിലെല്ലാം നടത്തുന്നുണ്ട്. പോലീസിന്റെ ഒരു ഹെലികോപ്റ്റർ ഇന്ന് ഈ ഭാഗങ്ങളിലൊക്കെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലെ മറ്റു സേനകൾ, എല്ലാ വിഭാഗം സേനകൾ, സ്കൂബ ഡൈവേഴ്സ്, അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ തന്നെയാണ്. നാട്ടിലുള്ള സന്നദ്ധ പ്രവർത്തകരായ യുവാക്കൾ കൈ മറന്നുകൊണ്ട് കഴിഞ്ഞ 5 ദിവസമായി നമുക്ക് ചാലിയാറിന്റെ തീരങ്ങളിൽ, ചാലിയാറിന്റെ ഓരങ്ങളിൽ, ഈ കാടുകളിൽ മുഴുവൻ നമുക്ക് ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരെ, രക്ഷാപ്രവർത്തകരെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കൈ മറന്നുകൊണ്ട് യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ അവരിങ്ങനെ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി, മൃതദേഹങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഈ സജീവമായി ഇവിടെയുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ചാലിയാറിൽ ഇപ്പോഴും തിരച്ചിൽ, ഈ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. അജിൻസ്, ചാലിയാറിന്റെ കരകളിൽ ഇപ്പോഴും ഈ തെരച്ചിൽ തുടരുകയാണ്. എവിടെ നിന്നെങ്കിലും ഇനിയും മൃതദേഹങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അവസാനവട്ട പരിശോധനകളിലാണ് രക്ഷാപ്രവർത്തകരും ദൗത്യസംഘവും. വിശദാംശങ്ങൾ നൽകിയത് ജംഷീർ കൊടിഞ്ഞ്.